ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1 നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് ഈ റീഡിംഗ് നിങ്ങൾക്കായിട്ടുള്ളത്. ഇത് ടൈംലെസ് ഗൈഡൻസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഗ്രൂപ്പ് 1-നുള്ള സന്ദേശം? ഓക്കെ, ഓക്കെ. നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ഫോക്കസ്ഡ് ആണ് എന്ന് കാണുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ഡ്രീം ആണ്, ഡ്രീം ജോബ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡ്രീം പ്രൊജക്റ്റ് ആണ് എന്ന് കാണുന്നു. നിങ്ങൾ അതിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ അതിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് വളരെയധികം അതിൽ ശ്രദ്ധ കൊടുത്തിട്ട് അതിൽ തന്നെ നിങ്ങൾ ആയിരിക്കുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് അതിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ടേ എന്നാണ്. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ബ്ലെസ്സിങ് ആയിരിക്കും, പക്ഷെ മോർ ലൈക്ക് an ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലാണോ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാതെ പോയിട്ടുള്ളത്. ഓക്കെ, ഒരു പക്ഷെ നിങ്ങൾ അതാവും ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തില് നിങ്ങൾക്കൊരു ഡ്രീം കൺസെപ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഡ്രീം ജോബ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നിങ്ങളുടെ അതൊന്നും നിങ്ങൾ അതിലേക്ക് എത്തുന്നില്ല. ഓക്കെ, പക്ഷെ ആ പരിശ്രമം നിങ്ങൾ വിട്ടുകളയുന്നില്ല. നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാല് ദർ ഇസ് സംതിങ് ഡിഫറെന്റ് വെയിറ്റിംഗ് ഫോർ യു. അതായത് നിങ്ങൾ ആ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡ്രീം ജോബ് അല്ലെങ്കിൽ ഡിസയർ, അതല്ല നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ പാതയാണ് ഇപ്പോൾ യൂണിവേഴ്സ് തുറന്നിട്ടുള്ളത്. അതിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്. വൈകാതെ തന്നെ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നു. ഓഫ് കോഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അതിനെ കൊണ്ട് സാധിക്കില്ല, ഇത് ശരിയാവില്ല, നിങ്ങൾ കുറച്ച് ട്രിഗേർഡ് ആവും. ഇത് ഞാൻ ശീലിച്ചിട്ടുള്ള കാര്യമില്ല, എനിക്ക് പരിചയമില്ലാത്ത കാര്യമാണ്, ഞാൻ ഇതിൽ പെർഫോം ചെയ്താൽ ശരിയാവില്ല, അങ്ങനത്തെ കുറെ തോട്ട്സ് നിങ്ങളിൽ ഉണ്ടാവും. അത് നിങ്ങൾ വളരെയധികം ആൻഷ്യസ് ആക്കും. പക്ഷെ മനസ്സിലാക്കിയത് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാത്ത് ആണ്. ഇതാണ് നിങ്ങൾ പോകേണ്ട വഴി, ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത്. മനസ്സിലായോ? ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും ഇൻ ദ ബെസ്റ്റ് വേ പോസിബിൾ. അപ്പൊ നിങ്ങൾ ആ വരുന്ന ഓപ്പർച്യൂണിറ്റിനെ സ്വീകരിക്കണം. നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ് ഓഫ് കോഴ്സ്, പക്ഷെ നിങ്ങൾ ആയിട്ട് അലൈൻഡ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഇത് ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കണേ. അപ്പൊ നിങ്ങൾ അത് എന്താ പറയാ, ആ ഒരു അവസരം വരുമ്പോ ഇതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇതല്ല എനിക്ക് വേണ്ടത് എന്നൊരു ചിന്ത ഉള്ളിലുണ്ടാകുക, അതിന് സാധ്യത കാണുന്നു. അതുപോലെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഇത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് അത് പറ്റില്ല, എങ്ങനെ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ട്രിഗർ ചെയ്യും അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ, ഇത് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശരിയായില്ലെങ്കിലോ, ഇങ്ങനെ ശരിയായില്ലെങ്കിലോ, ഇങ്ങനെ കുറെ ചിന്തകളൊക്കെ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ ആ കിട്ടുന്ന അവസരമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് തന്നെ എത്തും. ഓക്കെ, അപ്പൊ വെറുതെ കുറെ എന്താ പറയാ, നിങ്ങൾക്ക് ഡിസേർവിംഗ് അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഇല്ലാത്ത ഏരിയയിൽ കിടന്ന് ഇങ്ങനെ വെറുതെ കറങ്ങി തിരിയുന്നതിനേക്കാളും ഇപ്പോൾ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ഈ ഒരു അവസരം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഡെസ്റ്റിൻഡ് പാത്തിലേക്ക്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഇത് നിങ്ങളുടെ കരിയറുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, നിങ്ങളുടെ ലൈഫ് ഇൻ ജനറലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതല്ല ആക്ച്വലി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത് അതിനേക്കാൾ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫറാണ്, അല്ലെങ്കിൽ ഒരു വഴിയാണ്, പാതയാണ്. അത് നിങ്ങളുടെ കംഫർട്ട് സോണ് പുറത്തുമാണ്. അത് നിങ്ങളിലേക്ക് വൈകാതെ തന്നെ വരുന്നുണ്ട്. ആ പാതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിന് അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് നിങ്ങൾക്കൊരു അവസരം വൈകാതെ തുറന്നു വരുന്നുണ്ട്. അത് സ്വീകരിക്കണം, മുന്നോട്ട് പോകണം. ഓക്കെ, അതിന് നിങ്ങൾ റെഡി ആയിരിക്കണം. അത് റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവണം. അപ്പോഴാണ് ഇത് വരുമ്പോൾ ഈ പറയുന്ന ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ആകെ ഓപ്ഷൻ. ഓക്കെ,
അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങളോട് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് നോക്കാം. നിങ്ങൾ എപ്പോഴാണ് റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം ഇതിലുണ്ടായിരിക്കും. ഇത് ടൈംലെസ് ഗൈഡൻസ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അണ്ടർലൈങ് എനർജി ഫൂൾ കാർഡ് ആണ്. അഗൈൻ ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് എന്ന് കാണുന്നു. ബാലൻസ്, ഹാർമണി കൊണ്ടുവരുന്ന, നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന, ഇമോഷണൽ ഫുൾഫിൽമെന്റ് കൊണ്ടുവരുന്ന, ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവരുന്ന ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ ഒരു സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെയധികം ഒരു ഗാർഡഡ് എനർജിയിലാണ് ഇപ്പം. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രോങ് ബൗണ്ടറീസ് ഉണ്ട്, നല്ലതാണ്. സ്ട്രോങ് ബൗണ്ടറീസ് വേണം. നിങ്ങൾ നന്നായി ഓപ്പൺ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ മാറ്റേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേഞ്ചസിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പോലും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണം എന്നൊരു എന്താ പറയാ നിശ്ചയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുപോലെ നടത്തിയെടുക്കാൻ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിട്ട് ആ മാറ്റങ്ങളോട് നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അത് വളരെ ഒരു തുറന്ന മനസ്സോടെ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ ഒരു കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ ആ മാറ്റം ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ആ ഒരു എനർജി. ഓക്കെ, ഒരു പിടിവാശി അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളോട് ഇപ്പൊ പറയുന്നത് അത് പാടില്ല, അത് ഉപേക്ഷിക്കാൻ പറയുന്നു. ആ ഒരു ടെൻഡൻസിയെ പാടില്ല, അത് ഉപേക്ഷിക്കാൻ പറയുന്നു. നിങ്ങളിപ്പോ കൂടുതൽ പ്രസന്റ് മൊമെന്റിലായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ എന്താണോ ആക്ഷൻ എടുക്കുക. പ്രസന്റ് മൊമെന്റിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് ജീവിക്കുക. പ്രസന്റ് മൊമെന്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഒക്കെ ഫോക്കസ് ചെയ്യുക. പുതിയ പാഠങ്ങൾ, ഓരോ അനുഭവങ്ങളിലൂടെ, നല്ല അനുഭവങ്ങളിലൂടെ ആയിരിക്കാം, അല്ലായിരിക്കാം, പക്ഷെ പുതിയ പാഠങ്ങൾ പഠിക്കുമ്പോൾ, ജീവിത പാഠങ്ങൾ പഠിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുക, ലൈഫിൽ ഫോളോ ചെയ്യുക, മുന്നോട്ട് പോവാം. അങ്ങനെ ഓക്കെ, ജീവിതം ആസ്വദിക്കുക. ഇപ്പോഴുള്ള ലൈഫിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ലൈഫിൽ ഒരു കുറേയും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട്, കുറേയും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം വളരെ വൈകാതെ നിങ്ങളെ തേടി ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ ആണ്. അതായത് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ പുതിയൊരു റിയാലിറ്റിയിലേക്കാണ് എത്തിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു ക്വാണ്ടം ലീപ്പിംഗ് എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ആയിരിക്കും. ഓക്കെ, ഏസ് ഓഫ് വാൻസ് എനർജിയാണ്. ഏസ് ഓഫ് വാൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ അതിനിങ്ങനെ തയ്യാറായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം സാധാരണ പോലെ ഒരു ദിവസത്തിൽ പെട്ടെന്ന് ഈ അവസരം നിങ്ങളിലേക്ക് വരുന്നു. അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വളർച്ച, ഒരുപാട് ഉയർച്ച കാണുന്നു. ഓക്കെ, പക്ഷെ ആ അവസരം തിരിച്ചറിയണമെങ്കിൽ, ആ അവസരത്തിൽ നിങ്ങളുടെ എനർജി ഫീൽഡിലേക്ക് അത് വരണമെങ്കിൽ നിങ്ങൾ അതിനോട് ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അതിനോടാണ് നിങ്ങളോട് ഗ്രൗണ്ടഡ് ആയിട്ട് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകാൻ പറയുന്നത്. ആ ഒരു ഹെൽത്തി ബൗണ്ടറീസ് നല്ലതാണ്. നോ പറയേണ്ടടുത്ത് നോ പറയുന്നതും നല്ലതാണ്. അതൊക്കെ നല്ലതാണ്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ലതാണ്. പക്ഷെ മാറ്റങ്ങളെ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാവണം. പ്രസന്റ് മൊമെന്റിൽ നിങ്ങളായിരിക്കണം. ഓക്കെ, ഈ ഫുൾ എനർജിയിൽ കുറേ കൂടെ ഇതായിട്ട് പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ വരുന്നതിനെ വരുന്ന പോലെ സ്വീകരിച്ച് പോവുക. അപ്പോഴാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ എനർജിയിലേക്ക് കടന്നു വരാനും അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നല്ല ഒരു മാറ്റം, നിങ്ങളൊരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനും സാധിക്കുള്ളൂ. ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വളർച്ചയ്ക്കും ഒരുപാട് പുരോഗതിക്കും ഉള്ള അവസരം കാണുന്നുണ്ട്. അതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു എനർജിയിലായിരിക്കുന്നതായിട്ട് കാണുന്നു. ജീവിതം കുറേ കൂടെ ആസ്വദിക്കുന്നതായിട്ട് കാണുന്നു. കുറേ കൂടെ മനസ്സിലായ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിച്ച മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് വേഗത്തിൽ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഈ അവസരം നിങ്ങളുടെ എനർജിയിലേക്ക് എത്തണം, നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം, നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തണം. അതിന് നിങ്ങൾ ഈ മാറ്റങ്ങൾക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാവണം.
അപ്പൊ അതിനായിട്ട് ഈ ഒരു ഗാർഡഡ് എനർജി, ഓക്കെ, ഈ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് എനർജിയുടെ നിങ്ങൾക്ക് അത് നിങ്ങൾ ഉപേക്ഷിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു.